എന്തിനൊക്കെയാ? അത് മറ്റേ എന്തിനായിരുന്നു അത് ഒരു അതില് ഞാൻ പഴയ ആലുവ വീട്ടിൽ നിന്ന് വണ്ടി എടുത്തിട്ട് ഇങ്ങനെ വരണ സമയത്ത് എന്തോ ഒരു സാധനം ഓവർ സ്പീഡ് ചെയ്തു. അത് ഞാൻ അറിഞ്ഞിട്ടില്ല. അത് ആക്ച്വലി മറ്റേ അങ്ങനെയല്ലേ പറയാ, ഇന്റർസെപ്റ്റർ വെച്ചിട്ട് അവര് നിൽക്കുന്നുണ്ട് അവിടെ സ്ഥലത്ത്. അപ്പൊ റോഡ് ഫ്രീ ആയിരുന്നു. അപ്പൊ അവിടെ എത്രയോ 90 അങ്ങനെ എന്തോ. അപ്പൊ ഞാൻ കണ്ടെയ്നർ റോഡിൽ ആരുമില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു സ്പീഡിൽ എടുത്ത് വന്നതും അവനമ്മേ പിടിച്ചിട്ട് എന്നെ മനസ്സിലായിട്ട് പറഞ്ഞു മാഡം അങ്ങനെ ഇങ്ങനെ ഇതായി. എന്നിട്ട് പിന്നെ അവര് പറഞ്ഞു ടയറിന്റെ ഈ കാറ്റ് കുറവാന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഉപദേശിച്ച് പൈസ മേടിച്ചു. ഞാൻ ഫൈൻ കൊടുക്കാൻ തയ്യാറായിരുന്നു. സാർ തെറ്റിന്റെ ഭാഗത്താണ്. പിന്നെ ഒരു പ്രാവശ്യം എന്തോ നോക്കുമ്പോ പൊല്യൂഷന്റെ സർട്ടിഫിക്കറ്റ് അതിനകത്ത് അരിച്ചു പെറുക്കിയിട്ടും കാണാനില്ല. ഞാൻ ആ ഏട്ടൻ ഉപയോഗിക്കുന്ന വണ്ടി അന്ന് ആദ്യമായിട്ട് എടുക്കുക. അപ്പൊ എന്റെ കസിൻ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അവൻ എന്നോട് പറയാ, ചേച്ചിക്ക് പറയാറുന്നില്ലേ നമ്മൾ അരുതരുത് പൊല്യൂഷൻ എത്തില്ലാന്ന് പറയായിരുന്നു. അങ്ങനെ എന്നെ 2 തവണ അതേമാതിരി പിടിച്ചിട്ടുണ്ട്. ഞാൻ പക്ഷെ ഫൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ 2 തവണ. ഞാൻ നന്നായിക്കോളാം സാർ എന്നെ ചീത്ത പറഞ്ഞു വിട്ടാ, അങ്ങനെ അറിയില്ലേ, പേടിപ്പിച്ചു വിട്ടാ. ഒരു മുഴുനീള കോമഡി മൂവിയിൽ റോൾ വന്നാൽ അഭിനയിക്കാൻ തയ്യാറാണോ? എനിക്ക് അങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. എനിക്ക് നെവർ. ആണോ? എനിക്ക് അഭിനയിക്കാന് ടെൻഷനാ സത്യം പറഞ്ഞു കഴിഞ്ഞാല്. എന്റെ അടുത്ത് ചോദിക്കാറൊക്കെ ഉണ്ട് കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോ ചോദിക്കും. പക്ഷെ എനിക്ക് പേടിയാ അഭിനയിക്കാൻ. എനിക്ക് ചെറുതായിട്ട് ഈ സ്കിറ്റൊക്കെ ചെയ്യാൻ പറയില്ലേ നമ്മുടെ ഷൂട്ടിനിടയില്, അതുപോലും ഞാൻ കൊളാക്കും. ആ വീട്ടിലിരുന്ന് ഈ വളവള പറയണ അല്ലാണ്ട്. ഓക്കെ, ഒരു ഷോ സ്കെഡ്യൂൾസിന്റെ പേരിൽ സജീഷ് ഏട്ടനോട്ട് വഴക്കിടേണ്ടി വന്നിട്ടുണ്ടോ? ഏട്ടന് ഇതിനായിട്ട് ബന്ധമില്ല. ആക്ച്വലി എന്റെ ഷോസ് എല്ലാം സ്കെഡ്യൂൾ ചെയ്യണതെല്ലാം ലക്ഷ്മിയാണ്. അവരെല്ലാരും കൂടി ചേർന്നിട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഏട്ടനിപ്പോ ആക്ച്വലി ഒന്നും അപ്ഡേറ്റ്സ് എടുക്കാറില്ല. കാരണം ഏട്ടൻ്റെതായിട്ടുള്ള ഒരുപാട് തിരക്കുണ്ട്. ഇപ്പോഴും ആൾക്കാര് പണ്ടൊരു സമയത്ത് എന്റെ ഷോസ് എല്ലാം മാനേജ് ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്തിരുന്നു ഏട്ടൻ, ഒന്ന് ഓർഡർ ആക്കാനൊക്കെ വേണ്ടി. അപ്പൊ അതുകൊണ്ട് അന്ന് വിളിച്ച് സംസാരിച്ചിരുന്ന ആൾക്കാരൊക്കെ ഇപ്പോഴും ഏട്ടനെ വിളിക്കും, എന്നിട്ട് മറ്റേ എന്നോട് പറയാനും ഒക്കെ പറയും. അപ്പൊ ഏട്ടനത് ഒട്ടും ചെയ്യാറില്ല ഇപ്പം. കാരണം എന്നെ ജോലിയിൽ നല്ല തിരക്കുണ്ട്. പോരാത്തതിന് ഇടത്തിൽ വന്നിട്ട് റൗണ്ട് ക്ലോക്ക് വർക്ക് ചെയ്യണ മാതിരിയാണ്. അപ്പൊ ഈ എന്റെ കാര്യം കൂടി നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ജോലിയിലേക്ക്. അപ്പൊ ഏട്ടൻ വിളിക്കണവരോട് പറയും അവൾ എന്റെ ഹോസ്പിറ്റലിലെ കാര്യത്തിൽ ഇടപെടാറില്ല. അതേപോലെ തന്നെയാണ് ഞാൻ ഏട്ടനോട് ചോദിക്കും, ഞാൻ വന്നിട്ട് ചോദിക്കാറില്ലല്ലോ ഹോസ്പിറ്റലിൽ എപ്പോഴാണ് ഡ്യൂട്ടി. അതേമാതിരി ഞങ്ങൾ ആകെ സ്കെഡ്യൂൾ കോമൺ ആയിട്ട് ഏട്ടനും കൂടി ഒരു ഗ്രൂപ്പിൽ ചേർത്തിട്ടുണ്ട്. അപ്പൊ എന്താ വെച്ചാൽ നമ്മുടെ ഫാമിലി ട്രിപ്പോ അതർവൈസ് ഉള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാൻ അറിയാൻ പറ്റുമല്ലോ സ്കെഡ്യൂൾ. അത്രേ ഉള്ളൂ. ഈ ഇടം തുടങ്ങിയ ശേഷം കൂടുതൽ ഫുഡിയായി മാറിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇടത്തുനിന്ന് മാത്രമായിട്ട് അങ്ങനെയില്ല. എല്ലായിടത്തുനിന്നും കഴിക്കും ഞാൻ. പിന്നെ ഇടയ്ക്ക് ഇവിടെ വന്നിട്ടും അങ്ങനെ കഴിക്കും. അമ്മയെക്കാളും മെച്ചോർഡായിട്ട് മോള് സായു എപ്പോഴെങ്കിലും ബിഹേവ് ചെയ്യുന്നതായി തോന്നാറുണ്ടോ? മെച്ചോർഡ് എന്നല്ല, അവളുടെ പ്രായത്തിൽ വെച്ച് നോക്കുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത പോലെ ഇതാക്കും. ഇത് പറയണ്ട, ഇടയ്ക്കിടയ്ക്ക് കാണിക്കണം, സോറി. അപ്പൊ അങ്ങനെ ചില സമയത്തൊക്കെ നമ്മൾ ഭയങ്കര ക്ഷീണിച്ചിട്ടൊക്കെ രാത്രി വരുമ്പോ ഇങ്ങനെ കിടക്കുമ്പോ ഞാൻ ഈ സിനിമ തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ പറയാൻ പാടില്ല, തിയേറ്ററിൽ പോയി എനിക്ക് പെട്ടെന്ന് ഉറക്കം വരും.